സ്ട്രൈപ്പ്. സോ നിങ്ങൾ തമ്മിലും ടൈറ്റിലും കണ്ടുപോലെ നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ് മാർക്കറ്റ് സ്ട്രക്ചർ, എങ്ങനെയാണ് നമുക്ക് മാർക്കറ്റ് സ്ട്രക്ചർ യൂസ് ചെയ്തിട്ട് നമുക്ക് എങ്ങനെ മാർക്കറ്റിനെ അനലൈസ് ചെയ്യാൻ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ചാർട്ടിലോട്ട് നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട്, നമുക്ക് ഇനി എങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. സോ എന്താണ് ബേസിക്കലി ഒരു സ്ട്രക്ചർ അല്ലെങ്കിൽ എന്താണ് മാർക്കറ്റ്? നിങ്ങൾക്ക് അറിയാം ഒരിക്കലും മാർക്കറ്റ് ഇങ്ങനെ ഒറ്റയടിക്ക് നേരെ പോകത്തില്ല, അല്ലെങ്കിൽ ഒറ്റയടിക്ക് മാർക്കറ്റ് താഴത്തോട്ട് വരത്തില്ല. മാർക്കറ്റ് എപ്പോഴും ഇതാണ് ശരിക്കുള്ള മാർക്കറ്റ്. കാണാൻ സാധിക്കും മാർക്കറ്റ് ഒരു സ്ട്രെയിറ്റ് ലൈൻ താഴത്തോട്ട് വരുവാണ് ചെയ്തത്, താഴത്തോട്ട് വന്നപ്പോൾ അല്ല, അല്ലെങ്കിൽ സ്ട്രെയിറ്റ് അപ്പാണ് ഉണ്ടായത്, ഒരിക്കലും അല്ല. മാർക്കറ്റ് വരുന്ന രീതി എന്ന് പറയുകയാണെങ്കിൽ മാർക്കറ്റ് എപ്പോഴും മനസ്സിലാക്കേണ്ട കാര്യം, മാർക്കറ്റ് എന്താണ്, ഫ്രക്റ്റലായിരിക്കും. ഓക്കെ, മാർക്കറ്റ് എപ്പോഴും ഫ്രക്റ്റലായിരിക്കും. ഫ്രക്റ്റൽ എന്ന് പറയുന്നത് വെച്ചാൽ ഇപ്പോൾ കാണിച്ചു തരാം. ഒരു ഹൈ ഉണ്ടാക്കുന്നു, താഴത്തോട്ട് വരുന്നു, ഹൈ ഉണ്ടാക്കുന്നു, താഴത്തോട്ട് വരുന്നു. ഇത് കണ്ടിന്യൂ ചെയ്ത് സെയിം പ്രോസസ്. ഓക്കെ, ഇങ്ങനെയാണ് ഒരു മാർക്കറ്റ് വർക്ക് ആവുന്നത്. ഓക്കെ, ഇവിടെ ഞാൻ വരച്ചിരിക്കുന്ന ഈ സാധനം നോക്കുക, എക്സാക്ട്ലി സെയിം തിങ് ആണ്. സോ ഇത് എങ്ങനെയാണെന്ന് നോക്കിയാൽ ഞാൻ പറഞ്ഞുതരാം. ആദ്യം ഈ മാർക്കറ്റ് മുകളിലോട്ട് കയറി പോകുന്നു. ഓക്കെ, അപ്പോൾ ഈ ലെഗ് ടു ഈ ലെഗ് മാർക്കറ്റ് എന്താണ്, ബുള്ളിഷ് ആണ്. മാർക്കറ്റ് ബുള്ളിഷ് ആകുന്നു. അതിനുശേഷം ചെറിയൊരു റീട്രേസ്മെന്റ്, അഥവാ റീട്രേസ്മെന്റ് എന്ന് പറയും, അല്ലെങ്കിൽ പുൾ ബാക്ക് എന്ന് പറയും. ഓക്കെ, പിന്നെ ഒരു പുൾ ബാക്ക് വരുന്നു, പിന്നെ മാർക്കറ്റ് മുകളിലോട്ട് കയറുന്നു, താഴത്തോട്ട് വരുന്നു, മേളിലോട്ട് വരുന്നു, ഇങ്ങനെ താഴത്തോട്ട് മേളിലോട്ട് ഇങ്ങനെയാണ് മാർക്കറ്റ് പോകത്തുള്ളൂ. അല്ലാണ്ട് ഒരിക്കലും ഒരു ഡയറക്റ്റ്ലി ഒറ്റയടിക്ക് ഒരു ലൈൻ പോലെ താഴത്തോട്ട് വരികയോ മാർക്കറ്റ് മേളിലോട്ട് പോകത്തുള്ളൂ. ഇതിനെയാണ് നമ്മൾ ഫ്രക്റ്റൽ ഇൻ നേച്ചർ എന്ന് പറയാൻ കാരണം. ഓക്കെ, സോ ഇനി ഇതിന്റെ കാര്യം പറയുകയാണെങ്കിൽ, സോ ഇവിടെ നോക്കുന്ന സമയത്ത് ഇതാണ് ഹയർ ഹൈ. ഞാൻ പറഞ്ഞുതരാം കേട്ടോ എന്താന്നുള്ളത്. ഇതാണ് ഹയർ ലോ. ഓക്കെ, ഇതാണ് ഹയർ ഹൈ, ഇതാണ് നമ്മുടെ ഹയർ ലോ. ഇത് തന്നെ ഇനി അത് മുകളിലോട്ട് വരുമ്പോഴും സെയിം സാധനം വരും. ഇതാണ് ഹയർ ഹൈ, ഇതാണ് ഹയർ ലോ, ഇതാണ് ഹയർ ഹൈ. സോ നിങ്ങൾക്ക് കാണാൻ സാധിക്കും കുറേ എഴുതിച്ചിട്ടുണ്ട്, കുറേ എച്ച് എൽ എന്ന് മാത്രമേ നിങ്ങൾ കാണുന്നത്. സോ ഇതെന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. സോ ആദ്യം മാർക്കറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെ നിന്നാണ്, ഈ ഒരു റീജിയനിൽ നിന്നാണ് മാർക്കറ്റ് മുകളിലോട്ട് കയറി പോകുന്നു. അതിനുശേഷം മാർക്കറ്റ് ചെറിയൊരു പുൾ ബാക്ക് തരുന്നു, അല്ലെങ്കിൽ ചെറിയ ഇതുണ്ടോ, മാർക്കറ്റ് ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. ഈ സാധനം നോക്കുക. ഓക്കെ, ഇത് നോക്കുക, ഇവിടെ നോക്കുക, മാർക്കറ്റ് കയറി പോകുന്നു. അതിനുശേഷം ചെറുതായിട്ട് മാർക്കറ്റ് പുൾ ബാക്ക് തരുന്നു. നോക്കൂ, എക്സാക്ട്ലി ദ സെയിം തിങ്. മാർക്കറ്റ് ഇവിടുന്ന് കയറി പോകുന്നു, പുൾ ബാക്ക് തരുന്നു. അതെല്ലാം നിങ്ങൾക്ക് ഈ സാധനം, മാർക്കറ്റ് കയറി പോകുന്നു, പുൾ ബാക്ക് തരുന്നു അല്ലേ. അപ്പോൾ ഇതാണ് ഇവിടുത്തെ എച്ച്, ഇതാണ് ഇവിടുത്തെ എച്ച് എൽ. എന്നിട്ട് ഇതിനെ ബ്രേക്ക് ചെയ്യുന്നു. ഈ ഹയർ ഹൈനെ മാർക്കറ്റിന്റെ പ്രൈസ് വന്ന് ബ്രേക്ക് ചെയ്യുകയാണ്. ആ ഉണ്ടാകുന്ന ബ്രേക്ക് എന്ന് വെച്ചാൽ പ്രീവിയസ് ഉണ്ടായിരുന്ന പ്രൈസ്. ഓക്കെ, ഇവിടെ നിൽക്കുന്ന പ്രൈസിനെ എന്ന് വെച്ചാൽ ആ സമയത്ത് ഈ മാർക്കറ്റ് ഇതൊക്കെ ഫോം ചെയ്യുന്നതിന് മുമ്പ് ഇതായിരുന്നു അപ്പോഴത്തെ ഒരു ഹൈയസ്റ്റ് പ്രൈസ് എന്ന് പറയപ്പെടുന്നത്. ആ പ്രൈസിനെ ബ്രേക്ക് ചെയ്ത് വീണ്ടും പ്രൈസ് മേളിലോട്ട് കയറി പോവാണ്. അതിന്റെ അർത്ഥം ഓൾറെഡി ഉണ്ടാകുന്ന ഒരു പ്രൈസ് ലെവലിനെ വേറൊരു പ്രൈസ് ലെവൽ വന്ന് മീൻസ് പ്രൈസ് ലെവലിനെ വീണ്ടും ആ കറണ്ട് പ്രൈസ് ലെവലിനെ ബ്രേക്ക് ചെയ്ത് മേളിലോട്ട് കയറി പോകുന്ന സമയത്ത് അതിന്റെ അർത്ഥം പ്രൈസ് വീണ്ടും മേളിലോട്ട് കയറുകയാണ്. അതിന്റെ അർത്ഥം എന്താണ്, മാർക്കറ്റ് ബുള്ളിഷ് ആണ് അല്ലേ. കാരണം ഓൾറെഡി ഉണ്ടായിരുന്ന ഒരു സാധനത്തിനെ വീണ്ടും വന്ന് ബ്രേക്ക് ചെയ്ത് മേളിലോട്ട് കയറി പോവുകയാണ് പ്രൈസ് ലെവൽ. അതിന്റെ അർത്ഥം മാർക്കറ്റ് ബുള്ളിഷ് ആണ്, അല്ലെങ്കിൽ ഹയർ ഹൈസും ഹയർ ലോസും ആണ് ക്രിയേറ്റ് ചെയ്ത് പോകുന്നത്. അതിന്റെ അർത്ഥം മാർക്കറ്റ് ബുള്ളിഷ് ആണ്. തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. ഈ ഹൈനെ എന്ന് വെച്ചാൽ ഈ ഹയർ ഹൈനെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്തിരിക്കുന്നു. മാർക്കറ്റ് ഇതേ മേളിലോട്ട് കയറുന്നു. ഇത് എക്സാക്ട്ലി സെയിം തിങ്. മാർക്കറ്റ് വരുന്നു, ഹയർ ലോ ഉണ്ടാക്കുന്നു, ഇതിനെ ബ്രേക്ക് ചെയ്യുന്നു, മേലോട്ട് പോകുന്നു, ഇതേ ഹയർ ഹൈ ഉണ്ടാക്കുന്നു. ഇതാണ് നമ്മുടെ എന്താണ്, ഹയർ ലോ. ഈ കാണുന്ന ലെഗാണ് ഹയർ ലോ. അത് തന്നെയാണ് ഇവിടെ ഉള്ളത് ഹയർ ലോ. ഈ ഉണ്ടായിരിക്കുന്ന ബ്രേക്ക് എന്ന് വെച്ചാൽ പ്രീവിയസ്ലി ഉണ്ടായിരുന്ന ഒരു ഹൈനെ വേറൊരു പ്രൈസ് ലെവൽ മീൻസ് ആ വേറൊരു പ്രൈസ് ലെവൽ വന്നിട്ട് ബ്രേക്ക് ചെയ്യുന്നു. അതിന്റെ അർത്ഥം കറണ്ട് പ്രൈസ് ലെവലിനേക്കാളും ഈ പ്രൈസ് ലെവൽ മുകളിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഈ സ്ട്രക്ചറിനെ ബ്രേക്ക് ചെയ്തു, അല്ലെങ്കിൽ ആ ഒരു പ്രൈസ് ലെവലിനെ ബ്രേക്ക് ചെയ്തു. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, BOS എന്ന് പറയുന്നത്, ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ. ഈ BOS ആണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. ഇവിടെ ഒരു BOS ഉണ്ടായി, വീണ്ടും ഇവിടെ ഒരു HH ക്രിയേറ്റ് ചെയ്യുന്ന ഹയർ ഹൈ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നു. ഇതാണ് ഇപ്പോഴത്തെ കറണ്ട് പ്രൈസ് ലെവൽ. ഇതാണെന്ന് വെച്ചാൽ ഹയസ്റ്റ് പ്രൈസ് ലെവൽ ഇതാണ്. ആ ഹയസ്റ്റ് പ്രൈസ് ലെവലിനെ വീണ്ടും വന്ന് നെക്സ്റ്റ് പ്രൈസ് ലെവൽ പൊട്ടിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ ബ്രേക്ക് സ്ട്രക്ചർ ഉണ്ടാക്കിയിട്ട് വേറൊരു പുതിയ പ്രൈസ് ലെവൽ വീണ്ടും പ്രൈസ് മുകളിലോട്ട് പോവുകയാണ്. അതായത് പ്രൈസ് ബുള്ളിഷ് ആണ്, ആ മാർക്കറ്റ് മുകളിലോട്ട് പോവുകയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. വീണ്ടും പൊട്ടിക്കുന്നു.
ഒരു ഹയർ ലോ, ഒരു റീട്രേസ്മെന്റ് ഉണ്ടാകുന്നു, ഹയർ ലോ ഉണ്ടാക്കുന്നു, വീണ്ടും ഈ കാണുന്ന ഏറ്റവും വലിയ പ്രൈസിനെ വീണ്ടും നെക്സ്റ്റ് ഒരു വലിയ പ്രൈസ് ഒന്ന് പൊട്ടിക്കുന്നു, ഹയർ ലോ ഉണ്ടാകുന്നു. നോക്കുക, ഇവിടെ നോക്കുക, വരുന്നു, താഴത്തോട്ടേക്ക് വരുന്നു, ആ പ്രൈസ് ലെവലിനെ വീണ്ടും ഒരു വലിയ പ്രൈസ് ലെവൽ പൊട്ടിക്കുന്നു. എന്താ ഇവിടെ സംഭവിച്ച പോലെ തന്നെ ഇതൊരു എന്താണ്, ഈ പ്രൈസ് ലെവലിനെ ഇത് പൊട്ടിച്ചു അല്ലേ, പൊട്ടിച്ചു. ഇവിടെ ഒരു എന്താണ് BOS ഉണ്ടായി, BOS ഉണ്ടായി, ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ഉണ്ടായി, സോറി ഫോർ മൈ ബാഡ് ഡ്രോയിങ്, BOS ഉണ്ടായി. അതിനുശേഷം നമ്മുടെ മാർക്കറ്റ് പിന്നീട് ഒരു ഹയർ എന്ന് വെച്ചാൽ ഈ പ്രൈസ് ലെവലിനെ പിന്നീട് മാർക്കറ്റിന് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചിട്ടില്ല അല്ലേ, പിന്നീട് സാധിച്ചില്ല. അതിന് മാർക്കറ്റ് താഴത്തോട്ടേക്കാണ് വന്നത്, മനസ്സിലായില്ല, താഴത്തോട്ടേക്കാണ് വന്നത്. അതുപോലെ തന്നെ ഇവിടെ സംഭവിച്ചത് പിന്നീട് ഈ ഒരു പ്രൈസ് ലെവലിനെ മാർക്കറ്റിനെ ബ്രേക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. അതിന് പകരം മാർക്കറ്റ് വന്ന് ബ്രേക്ക് ചെയ്തത് ഈ കാണുന്ന ഈ ഹയർ ലോവിനെയാണ്. ഇതാണ്ടോ, ഈ ഹയർ ലോവിനെ മാർക്കറ്റ് വന്ന് ബ്രേക്ക് ചെയ്തു അല്ലേ, ഈ ഹയർ ലോവിനെയാണ് മാർക്കറ്റ് ഒന്ന് ബ്രേക്ക് ചെയ്തത്. അതിന്റെ അർത്ഥം എന്താണ്, പ്രീവിയസ്ലി ഉണ്ടായിരുന്ന ഒരു പ്രൈസിനെ മാർക്കറ്റിന് വീണ്ടും വെട്ടിച്ച് മേളിലേക്ക് പോകാൻ പറ്റിയില്ല, പക്ഷെ അതിന് പകരം പ്രീവിയസ് ഉണ്ടായിരുന്ന ഒരു ലോവിനെ പ്രൈസ് വന്ന് ബ്രേക്ക് ചെയ്തു. മനസ്സിലായോ, പ്രീവിയസ് ഉണ്ടായിരുന്ന ലോവിനെ പ്രൈസ് ഒന്ന് ബ്രേക്ക് ചെയ്തു. അതിന്റെ അർത്ഥം എന്താണ്, ഈ തവണ ലോ ആണ് ബ്രേക്ക് ചെയ്തത്. അവിടെ എന്താണ് സംഭവിച്ചത്, പ്രൈസ് താഴത്തോട്ട് വരികയാണ്, മുകളിലോട്ട് പോകാൻ പറ്റില്ല. അതിന്റെ അർത്ഥം മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് ചെയ്യുകയാണ്, മുകളിലോട്ട് പോകുന്നതിന് ഒരു മാർക്കറ്റ് താഴത്തോട്ട് വരികയാണ്. അതിന്റെ അർത്ഥം എന്താണ്, മാർക്കറ്റ് ഡൗൺ ട്രെൻഡ് ആവുകയാണ്. അപ്പൊ നമുക്ക് എന്ത് നോക്കാം, സെൽ ഓപ്പർച്യൂണിറ്റീസിന് നമുക്ക് നോക്കാൻ സാധിക്കും. ശരിയല്ലേ പറയുന്നത്, കണ്ടത് ഇവിടെ എന്താണ് സംഭവിച്ചത് അതുപോലെ തന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത്. അപ്പോൾ ഇവിടെയും ലെഗിൽ നമുക്ക് ഓരോ പേരുകൾ കൊടുക്കാറുണ്ട്, പേരുകളിൽ ഞാൻ പറഞ്ഞുതരാം. ഈ കാണുന്ന ഫസ്റ്റ് എന്നുവെച്ചാൽ മാർക്കറ്റ് ഹയർ ഹൈ ക്രിയേറ്റ് ചെയ്തതിനു ശേഷം പിന്നെ ഒരു ഹയർ ഹൈ ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയില്ല, പിന്നീട് ഉണ്ടാകുന്ന ലെഗുകൾക്ക് കൊടുക്കുന്ന പേരാണ് ഇവിടെ ഉണ്ടാകുന്ന, പിന്നീട് ഉണ്ടായ ഒരു ഹൈ ആണ് ഇത്. പക്ഷേ ഇത് മാർക്കറ്റ് പ്രൈസ് ലെവൽ താഴത്തോട്ട് വന്നിട്ട് ഉണ്ടാക്കിയ ഹൈ ആയതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് വിളിക്കും, ലോവർ ഹൈ. കാരണം പ്രൈസ് താഴത്തോട്ട് വന്നിട്ടാണ് ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തത്, നമ്മൾ എന്ത് വിളിക്കും, ലോവർ ഹൈ എന്ന് വിളിക്കും. അതിന് നമുക്ക് ഇവിടെ പേരിടാം, പേരിട്ടു. നെക്സ്റ്റ് ആൾക്ക് ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്ന ലോ, പ്രൈസ് ലോ ആയിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന ലോ ആയതുകൊണ്ട് നമ്മൾ എന്ത് വിളിക്കും, ലോവർ ലോ എന്ന് നമ്മൾ വിളിക്കും. കണ്ട, അതാണ് സംഭവം. ഇനി ഇത് തന്നെ കണ്ടിന്യൂ ചെയ്ത് പോവും, ലോവർ ഹൈ, ലോവർ ലോ. മനസ്സിലായോ, ഇങ്ങനെയാണ് സ്ട്രക്ചർ ഷിഫ്റ്റ് ചെയ്ത് ഡൗൺ ട്രെൻഡ് ആയത്. ഇവിടെ ഇപ്പോൾ സ്ട്രക്ചർ ഷിഫ്റ്റ് ചെയ്ത് ഡൗൺ ട്രെൻഡ് ആയി, ഇവിടെ സ്ട്രക്ചർ അപ് ട്രെൻഡ് ആയിരുന്നു. ഇനി നമുക്ക് ഈ സ്ട്രക്ചർ തന്നെ നമുക്ക് സെൽ ഓപ്ഷൻ നോക്കാം. സോ ഈ സ്ട്രക്ചറിൽ നമുക്ക് എങ്ങനെയാണ് ഒരു സെൽ ഓപ്ഷൻ അല്ലെങ്കിൽ എങ്ങനെയാണ് നമുക്ക് സെല് ചെയ്യാൻ പറ്റുന്നത് നോക്കാം. എന്ന് വെച്ചാൽ ഇപ്പോൾ നമുക്ക് നോക്കുന്ന സമയത്ത് കാണാൻ സാധിക്കും, മാർക്കറ്റ് കറന്റ് ഡൗൺ ട്രെൻഡ് ആണ്. നോക്കുക, മാർക്കറ്റ് എങ്ങോട്ടാണ് മറന്നുകൊണ്ടിരിക്കുന്നത്, താഴത്തോട്ടേക്കാണ് മാർക്കറ്റ് പോയിക്കൊണ്ടിരിക്കുന്നത്. കണ്ടോ, മാർക്കറ്റ് താഴത്തോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് മനസ്സിലായി. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് സെൽ ഓപ്ഷൻസ് വേണ്ടി നോക്കാൻ സാധിക്കും അല്ലേ. അപ്പോൾ സെൽ ഓപ്ഷൻ നോക്കുന്ന സമയത്ത് നമ്മൾ എന്ത് നോക്കുക, ഈ സ്ട്രക്ചർ ഫോം ആകണ്ടോ എന്ന് നോക്കുക. ആ സെയിം സ്ട്രക്ചറല്ല നമുക്ക് ഇവിടെ ഫോം ആയിരിക്കുന്നതെല്ലാം ഞാൻ ഒന്ന് കളഞ്ഞോട്ടെ കേട്ടോ. കണ്ടോ, സോ ഇതുപോലെ തന്നെയാണ് ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. നോക്കുക, ആദ്യം വരുന്നു, പ്രൈസ് വരുന്നു, ഇങ്ങോട്ട് വരുന്നു, പിന്നെ മേളിലോട്ടേക്ക് പോകുന്നു, പിന്നെ വീണ്ടും വരുന്നു, ബ്രേക്ക് ചെയ്യുന്നു, താഴത്തോട്ട് വരുന്നു. ഈ സെയിം സ്ട്രക്ചറിൽ നോക്കുക, ഹയർ ഹൈ, ഹയർ ലോ, ഹയർ ഹൈ, ഹയർ ലോ, ഹയർ ഹൈ. പിന്നെ എന്ത് സംഭവിച്ചു, ഈ ഹയർ ലോവിനെ ലോവർ ലോ വന്നു എന്ന് വെച്ചാൽ ഈ ലോവിനെ ലോ ബ്രേക്ക് ചെയ്ത സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ സ്ട്രക്ചറിനെ പോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ നമുക്ക് ഒരു സെൽ ട്രേഡ് എടുക്കാം. എന്തുകൊണ്ടാണ് നമ്മൾ സെൽ ട്രേഡ് എടുക്കുന്നത്, നമ്മൾ എന്താണ് ഡൗൺ ട്രെൻഡിലാണ്. ഡൗൺ ട്രെൻഡിൽ നമ്മൾ എപ്പോഴും സെൽ ചെയ്യാൻ മാത്രമേ നോക്കാവുള്ളൂ, ബൈ ചെയ്യാൻ നോക്കരുത്. അപ്പൊ നമുക്ക് സുഖമായിട്ട് ഇവിടെ ഒരു സെൽ ട്രേഡ് വെക്കുമായിരുന്നു എന്ന് ആലോചിക്കുക. അടിപൊളിയല്ലേ എന്ന് ചോദിക്കതേ, ട്രേഡ് ഹിറ്റായി, വിന്നായി, ട്രേഡിൽ നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ സാധ്യത. ഇപ്പോൾ ഒരു $10 വെക്കുവാണെങ്കിൽ നമുക്ക് 1.8 എന്ന് വെച്ചാൽ 1:1.83 എന്ന റിസ്ക് റിവാർഡിൽ നമുക്ക് സുഖമായിട്ട് ക്യാച്ച് ചെയ്യാൻ പറ്റും. മനസ്സിലായി, ഇതാണ് നമുക്ക് ട്രെൻഡ് മാച്ച് ചെയ്തുകൊണ്ട് നമ്മുടെ സ്ട്രക്ചർ മാച്ച് ചെയ്തുകൊണ്ട് നമുക്ക് ട്രേഡ്സ് ക്യാച്ച് ചെയ്യാൻ പറ്റും. ഇതാണ് മാർക്കറ്റ് സ്ട്രക്ചർ. ഇതൊരു എന്ന് വെച്ചാൽ ഒരു ഡൗൺ ട്രെൻഡിൽ എന്ന് വെച്ചാൽ ബിയറിഷ് ട്രെൻഡിൽ നമുക്ക് എങ്ങനെയാണ് ട്രേഡ് എടുക്കുന്നത് കാണിച്ചു തരുന്നത്. ഇതാണ് ഒരു ബിയറിഷ് സിനാരിയോ. ഇങ്ങനെയാണ് മാർക്കറ്റ് മൂവ് ചെയ്യുന്നത്. ഒരു അപ് ട്രെൻഡ് സിനാരിയോ അല്ലെങ്കിൽ എങ്ങനെയാണ് മാർക്കറ്റ് അപ് ട്രെൻഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നത് കാണിച്ചു തരാം. ഓക്കെ, ഞാൻ നിൽക്കുന്ന റിമൂവ് ചെയ്തോട്ടെ. ഇനിയിപ്പോൾ അപ് ട്രെൻഡ് ആവുകയാണെങ്കിൽ നമ്മൾ എന്താണോ ഡൗൺ ട്രെൻഡിൽ പഠിച്ചത് സെയിം സാധനം നേരെ ഓപ്പോസിറ്റ് തന്നെയാണ്. ഓക്കെ, സിമ്പിളായിട്ട് കാണിച്ചു തരുവാണെങ്കിൽ മാർക്കറ്റ് താഴത്തോട്ട് വരുന്നു, ഇത് എന്താണ് പ്രൈസ് താഴത്തോട്ട് വരുന്നു, അപ്പോൾ ഉണ്ടാക്കുന്ന ഹൈ എന്താണ്, ലോവർ ഹൈ. പിന്നെ ആ പ്രൈസിനെ ബ്രേക്ക് ചെയ്യുന്നു, അപ്പോൾ ഉണ്ടാക്കുന്ന ലോവർ ലോ, ലോവർ ഹൈ. താഴത്തോട്ട് വരുന്നു, എപ്പി പ്രൈസിനെ ബ്രേക്ക് ചെയ്യുന്നു, വീണ്ടും പോകുന്നു. ആഹാ, ഇതാണ് ഡൗൺ ട്രെൻഡ്. നമ്മൾ എന്താണോ നേരത്തെ വരച്ചത് അതിന്റെ നേരെ ഫ്ലിപ്പ്, നേരെ ഓപ്പോസിറ്റ് ഇട്ടാൽ ഡൗൺ ട്രെൻഡ് ആയി. ഇതാണ് സംഭവം. അപ്പോൾ എന്താണ് നമുക്ക് ഇവിടെ എന്താ നമുക്കറിയാം, ലോയിലുണ്ടാകുന്ന ഹൈ, ലോവർ ഹൈ,
അതുപോലെ തന്നെ ലോയിലുണ്ടാകുന്ന ലോനെ നമുക്ക് എന്ത് വിളിക്കാം? ലോവർ ലോ. ഓക്കെ, അതാണ് സംഭവം. വരുന്നു. ഓക്കെ, ലോവർ ലോ. ഇനി എന്ത് സംഭവിക്കുന്നു? ഇവിടെ വെച്ചിട്ട് നമ്മുടെ മാർക്കറ്റ് ഈ കാണുന്ന ലോവർ ലോവിന് എന്ത് സംഭവിക്കുന്നു? CHO സീറ്റ് സംഭവിക്കുന്നു. എന്തുകൊണ്ടാണ് സീറ്റ് സംഭവിക്കാൻ പറയാൻ കാരണം, ഈ കാണുന്ന ലോവർ ഹൈ എന്ന് വെച്ചാൽ പ്രൈസ് ഡൗൺ ട്രെൻഡ് വന്ന സമയത്ത് ഇതായിരുന്നു ഏറ്റവും വലിയ ഹയസ്റ്റ് പ്രൈസ് ഉണ്ടായിരിക്കുന്നത്. ഓർക്കുക, ഹയസ്റ്റ് പ്രൈസ് ഡൗൺ ട്രെൻഡ് വന്ന സമയത്ത് ഇതായിരുന്നു. ആ പ്രൈസിനെ വീണ്ടും വന്ന് ബ്രേക്ക് ചെയ്തിരിക്കുന്നു. അതിന്റെ അർത്ഥം നേരത്തെ ഉണ്ടായിരിക്കുന്ന പ്രീവിയസ് പ്രൈസിനെ, ഹയസ്റ്റ് പ്രൈസിനെ വീണ്ടും വന്ന് ഒരു പ്രൈസ് ബീറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു സ്ട്രക്ചർ മുകളിലോട്ട് പോവുകയാണ്, അല്ലെങ്കിൽ ചേഞ്ച് ഓഫ് ക്യാരക്ടർ സംഭവിച്ചു. ഡൗൺ ട്രെൻഡിൽ നിന്ന് അപ്പ് ട്രെൻഡിലോട്ട് നമ്മൾ ഷിഫ്റ്റ് ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ ഒരു വീണ്ടും നമുക്കൊരു ഹയസ്റ്റ് പ്രൈസിലോട്ട് നമ്മൾ വരികയാണെങ്കിൽ അർത്ഥം മാർക്കറ്റ് മുകളിലോട്ട് പോവുകയാണ്. സോ ഇവിടെ ബ്രേക്ക് സീറ്റ് കിട്ടി. നമുക്ക് ഇവിടെ സ്ട്രക്ചർ നമുക്ക് ഇവിടെ എന്താണെന്ന് അറിയാം. നമുക്ക് ഇവിടെ എന്താണ്, നമുക്ക് ഹയ്യർ ഹൈ മുകളിലോട്ട് പോകുമ്പോൾ ഹയ്യർ മുകളിലോട്ട് പോകുമ്പോൾ ലോയിനെ നമ്മൾ എന്ത് വിളിക്കും? ഹയ്യർ ലോ എന്ന് വിളിക്കും അല്ലേ? ഹയ്യർ ഹൈ, സോറി, ഹയ്യർ ലോ. നോക്കൂ, ഇവിടെ നമുക്ക് CH കിട്ടി. ഇവിടെ സുഖമായിട്ട് നമുക്ക് ഇവിടെ സ്ട്രക്ചർ ഷിഫ്റ്റ് ആയി CH കിട്ടി. നമുക്ക് എന്ത് പിടിക്കാൻ പറ്റും? ഇവിടെ നിന്ന് നമുക്ക് സുഖമായിട്ട് ഒരു ട്രേഡ് എടുക്കുവാണെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് ഒരു ട്രേഡ് എടുക്കുക. നേരത്തെ എടുത്തതിനെ നേരെ ഓപ്പോസിറ്റ് ഇവിടെ ഈ ലോയിൽ കൊണ്ട് വെക്കുക, മുകളിലോട്ട് ട്രേഡ് എടുത്ത് വെക്കുക. ഇങ്ങനെയാണ് നമ്മൾ ഇതിപ്പോൾ ഈ ട്രെൻഡ് എടുക്കേണ്ടത് എവിടെയാണെന്ന് നോക്കുകയാണെങ്കിൽ സ്ട്രക്ചർ ബുള്ളിഷ് ആണെങ്കിൽ, മീൻസ് നമ്മുടെ അപ് ട്രെൻഡ് ആകുവാണെങ്കിൽ, നമ്മൾ വലിയ ടൈം ഫ്രെയിമിൽ നമ്മൾ അപ് ട്രെൻഡ് ആകുവാണെങ്കിൽ, എന്നിട്ട് നമുക്ക് ഇങ്ങനെ സ്ട്രക്ചർ ഫോം ആകുവാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ബൈ ചെയ്യാൻ പറ്റും. അപ്പം മെയിനായിട്ട് സ്ട്രക്ചറെ നമ്മൾ എന്താണ് ട്രെൻഡായിട്ട് മാറ്റണം. ഡൗൺ ട്രെൻഡിലാണ് ഇത് ഫോം ആണെങ്കിൽ നമ്മൾ എടുക്കാൻ പോകരുത്. കാരണം നമുക്ക് ലോസ് വരാൻ ചാൻസ് കൂടുതലാണ്. കാരണം ഇതുപോലെ ഡൗൺ ട്രെൻഡ് മീൻസ് ബീറിഷ് ട്രെൻഡിൽ ഈ സ്ട്രക്ചർ ഫോം ആകുവാണെങ്കിൽ, നമ്മൾ അപ്പ് പോവുകയാണെങ്കിൽ മാർക്കറ്റ് താഴത്തോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ അപ്പ് വാങ്ങിക്കുകയാണെങ്കിൽ, ബൈ ചെയ്യുകയാണെങ്കിൽ അത് വിന്നാകാനുള്ള ചാൻസസ് അല്ലെങ്കിൽ പ്രോബിലിറ്റി വളരെ കുറവാണ്. ഇനി അപ് ട്രെൻഡിലോട്ട് പോകുന്ന മാർക്കറ്റിലാണ് നമുക്കിത് ഫോം ആണെന്ന് വെച്ചാൽ ട്രെൻഡ് അപ്പാണ് അല്ലേ? ഓൾറെഡി നമ്മുടെ മാർക്കറ്റ് മേളിലോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാകുമ്പോഴാണ് ഇത് ഉണ്ടാകുന്നതെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വാങ്ങിക്കാം. അവിടെ നമുക്ക് പ്രോബിലിറ്റി, ചാൻസ് ഓഫ് വിന്നിങ് പ്രോബിലിറ്റി കൂടുതലാണ്. അതുപോലെ തന്നെയാണ് ഡൗൺ ട്രെൻഡിലെ സിനാരിയോയിൽ നമ്മൾ ഡൗൺ ട്രെൻഡ് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ഈ സ്ട്രക്ചർ ഫോം ചെയ്യാൻ നോക്കുക. ഈ സ്ട്രക്ചർ ഫോം ആകണ്ടോ എന്ന് നോക്കുക. കണ്ടില്ലേ, എക്സാക്ട്ലി നമ്മൾ പഠിച്ച സ്ട്രക്ചർ ഉണ്ടായി. അപ്പോൾ നമുക്ക് ഇവിടുന്ന് സെല്ല് ചെയ്യാൻ പറ്റും ഇല്ലേ? യെസ്, ഇവിടെ നമുക്ക് സെല്ല് ചെയ്യുക. അപ്പോൾ ഇതാണ് ഡൗൺ ട്രെൻഡിലെയും അപ് ട്രെൻഡിലെയും സ്ട്രക്ചർ. ഇങ്ങനെയാണ് സ്ട്രക്ചർ. അപ്പോൾ എന്താണ്? ഹയർ ഹൈ, ഹയർ ലോ, ലോവർ ലോ, ലോ ഹൈ, ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ, BOS, CHO, ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഇന്ന് കവർ ചെയ്തത്. കുറേ ഉണ്ടെന്ന് എനിക്കറിയാം. ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇത് ഗ്രാസ്പ് ചെയ്യാൻ ഇച്ചിരി പാടാണ്. നിങ്ങൾ വീഡിയോ 1, 2, 3 പ്രാവശ്യം ഒന്നും കൂടി കാണുക. അപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് മനസ്സിലാകും. അപ്പം മനസ്സിലായില്ലെങ്കിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്ത് ചോദിക്കുക. തികച്ചും ബിഗിനർ ഫ്രണ്ട്ലി ആണ്. അപ്പോൾ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ, എന്തെങ്കിലും മനസ്സിലാകാത്തതുണ്ടെങ്കിൽ ഞാൻ സുഖമായിട്ട് നിങ്ങൾക്ക് കമന്റ് ചെയ്യാൻ എനിക്ക് പറഞ്ഞുതരാം. അപ്പോൾ ഇതാണ് മെയിനായിട്ട് നമ്മുടെ ട്രെൻഡായിട്ട് മാച്ച് ചെയ്തിട്ട് ഈ സ്ട്രക്ചർ ഇങ്ങനെ ഫോം ആകണ്ടോ എന്ന് നോക്കിയിട്ട് നമുക്ക് സുഖമായിട്ട് ട്രേഡ് എടുക്കാൻ പറ്റും. ഇനി എങ്ങനെ ട്രേഡ് എടുക്കണമെന്ന് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് ലോവർ ടൈം ഫ്രെയിംസിൽ ചെന്നിട്ട് നമുക്ക് കൺഫർമേഷനോട് കൂടി ട്രേഡ് എടുക്കാൻ പറ്റും. അതിന് എൻട്രി പല ടൈപ്പ് എൻട്രീസ് ഉണ്ട്. അത് ഞാൻ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കവർ ചെയ്യും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴ്ത്തി ചോദിക്കുക, ഉറപ്പായിട്ട് പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ വരുന്നവരെ, ദിസ് ഈസ് പീപ്സ് ട്രൈബ് സൈനിങ് ഓഫ്.